ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് എക്സ്പ്ലോർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാക്കിങ്ങിനെ പറ്റിയാണ്. എന്തായാലും എല്ലാവരും അഞ്ചാം പാതിരിയൊക്കെ കണ്ടിട്ട് ഹാക്കിംഗ് തലക്കി പിടിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ? നമുക്കും കുറച്ച് ഹാക്കിംഗ് ട്രിക്സ് പഠിച്ചാലോ? അപ്പോൾ ഹാക്കിങ്ങിനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സിസ്റ്റമാണ്. പക്ഷേ എല്ലാവരുടെ കയ്യിലും സിസ്റ്റം വേണമെന്നില്ലല്ലോ അല്ലേ? നമുക്ക് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്മാർട്ട് ഫോൺ വെച്ച് തന്നെ ഹാക്കിംഗ് പഠിച്ചാലോ? സിമ്പിളായിട്ട് എങ്ങനെ നമ്മുടെ കയ്യിരിക്കുന്ന സ്മാർട്ട് ഫോൺ വെച്ച് ഹാക്കിംഗ് പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് കരുതി നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമുക്കതിനകത്ത് അത്യാവശ്യമായിട്ട് കുറച്ച് ടൂൾസ് ആവശ്യമുണ്ട്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടൂളിൻ്റെ പേര് ടെർമെക്സ് എന്നാണ്. നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയി ടെർമെക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ആപ്ലിക്കേഷൻ കിട്ടും. ഈ ആപ്ലിക്കേഷൻ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ കാണിക്കുന്ന കമാൻഡുകളെല്ലാം എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ആപ്ലിക്കേഷനിൽ ആദ്യ പടിയായി നമ്മൾ ചെയ്യേണ്ടത് ഈ കമാൻഡ് അതേപോലെ അതിലേക്ക് ടൈപ്പ് ചെയ്യുക, apt update. ലോഡാവാൻ കുറച്ച് ടൈം എടുക്കും, അതുവരെ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pkg upgrade എന്ന് പറയുന്ന കമാൻഡ് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ വട്ടം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴോ ഇൻസ്റ്റാളേഷൻ നടത്തുമ്പോഴോ ഇതേപോലെ ഒരു ബോക്സ് നമുക്ക് കിട്ടും, എസ് ഓർ നോ ആയിട്ട്. അതായത് കണ്ടിന്യൂ ചെയ്യണമോ വേണ്ടയോ, അതെപ്പോഴും എസ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ Y കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടെർമെക്സ് അപ് ടു ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പാക്കേജസ് കൂടി ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് പൈത്തൺ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pkg install python എന്ന് പറയുന്ന കമാൻഡ് അതേപോലെ നമ്മുടെ ടെർമെക്സിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ നമുക്ക് 3 കാര്യങ്ങൾ കൂടി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുണ്ട്. ഒന്നാമത്തത് PHP, രണ്ടാമത്തത് Python 2, മൂന്നാമത്തത് കർൽ. ഇത് മൂന്നും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സെയിം ഫോർമാറ്റിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. pkg install PHP ആണെങ്കിൽ PHP, Python 2 ആണെങ്കിൽ Python 2, കർൽ ആണെങ്കിൽ കർൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് pkg install git എന്ന കമാൻഡ് കൊടുക്കുക. ഇത് ഗിറ്റ്ഹബുമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാസ്പ്ലോയിറ്റ് ആണ്. മെറ്റാസ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഫോൺ നമുക്ക് റിമോട്ട്ലി ആക്സസ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ കയ്യിൽ ഒരാളുടെ ഫോൺ ഇരുന്നാൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റാസ്പ്ലോയിറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഹാക്കിങ്ങിനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടെർമെക്സിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാസ്പ്ലോയിറ്റ് ആണ്. അപ്പോൾ മെറ്റാസ്പ്ലോയിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ സെയിം കമാൻഡ് കൊടുക്കുക, pkg install മെറ്റാസ്പ്ലോയിറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും നേരം ഇൻസ്റ്റാൾ ചെയ്തതുപോലെ അല്ല, മെറ്റാസ്പ്ലോയിറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ച് വലിയൊരു ഫ്രെയിം വർക്കാണ്, അത്യാവശ്യം നെറ്റ് യൂസ് ചെയ്യുന്നൊരു ഫ്രെയിം വർക്കാണ്. ഏകദേശം 500 MB നമ്മുടെ ഡിസ്ക് സ്പേസ് ഫ്രീ ആക്കിയിട്ടതിന് ശേഷം മാത്രമേ മെറ്റാസ്പ്ലോയിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ പോർഷൻസും കവറപ്പ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഇത്രയും പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം യൂസിന് വേണ്ടിയിട്ടുള്ള പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കമാൻഡ് ലൈൻസ് കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും പഠിക്കാം. എന്തായാലും അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെർമെക്സിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് pkg install sl എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കമാൻഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് SL എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതേപോലെ സ്ക്രീനിലൂടെ ഒരു ട്രെയിൻ പോകുന്നതായിട്ട് കാണാൻ കഴിയും. അടുത്തതായി pkg install toilet എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്തതിന് ശേഷം toilet സ്പേസ് -f mono 12 സ്പേസ് -F നിങ്ങൾക്ക് വേണ്ട പേരെന്താണോ അത് ഡബിൾ കോട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും.
ഇനി നമുക്ക് ഹാക്കിങ്ങിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് cmetrics pkg install cmetrics എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം cmetrics എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു എഫക്റ്റ് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാൻ കഴിയും. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കീബോർഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന കൺട്രോൾ ഞെക്കിയതിന് ശേഷം ഇസഡ് ഞെക്കുക, എങ്കിൽ മാത്രമേ സ്റ്റോപ്പ് ആവൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ സെഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു വാമപ്പ് വീഡിയോ ആയി മാത്രം കണ്ടാൽ മതി. കാരണം നമുക്ക് വേണ്ടിയിട്ടുള്ള ടൂൾസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ മെയിൻ ഹാക്കിങ്ങിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കമാൻഡ് ലൈൻസ് കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഹാക്കിങ്ങിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ വരും വരെ ഇറ്റ്സ് മീ അഭയ് സൈനിങ് ഓഫ് ഫ്രം എക്സ്പ്ലോർ.